നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചെറിയ ഈ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മെർത്തി. തിരുവചനത്തെ ആസ്പദമാക്കി ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. അത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചുള്ള തിരുവചനങ്ങളാണ്. അത് നാം ചോദിച്ചിട്ടും ലഭിക്കുന്നില്ലെങ്കിൽ നിർബന്ധ നിമിത്തം ചോദിച്ചാൽ അത് ലഭിക്കുമെന്നാണ് ഈ തിരുവചനങ്ങളിലൂടെ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ആ തിരുവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതെങ്ങനെയാണ്? യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ യാത്രാമധ്യേ അർദ്ധരാത്രിയിൽ തൻ്റെ സ്നേഹിതൻ്റെ ഭവനത്തിൽ ചെന്ന് ചോദിക്കുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് ചിന്തിക്കുന്നു, ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, അവന് കൊടുക്കുവാനായി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എനിക്ക് നിനക്ക് ഒന്നും ചെയ്തു തരുവാൻ സാധ്യമല്ല. ഇത്രയും പറഞ്ഞ് അവൻ വന്ന് കടച്ചു. എന്നാൽ അവൻ്റെ സ്നേഹിതൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിർബന്ധ നിമിത്തം ചോദിക്കുക തന്നെയാണ്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ വീണ്ടും അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി കിടക്കയിലാണ്, എനിക്ക് എഴുന്നേറ്റ് വന്ന് നിനക്ക് ഒന്നും ചെയ്തു തരുവാൻ സാധ്യമല്ല. എന്നാൽ കർത്താവായ യേശു പറയുന്നു, അവൻ അവൻ്റെ സ്നേഹിതനായതുകൊണ്ടും അവൻ്റെ നിർബന്ധ നിമിത്തവും അവൻ്റെ സ്നേഹിതൻ അവന് ഒന്നും ചെയ്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുവെങ്കിലും അവൻ്റെ നിർബന്ധ നിമിത്തം അവൻ എഴുന്നേറ്റ് ചെന്ന് അവന് വേണ്ടതെല്ലാം കൊടുക്കും. ഇതാണ് കർത്താവ് യേശു പറഞ്ഞ ഉപമ.